ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുകയാണ് വിറ്റ്കോഫ്, സ്റ്റീഫൻ വിറ്റ്കോഫ്. അയാൾ ജൂയിഷാണ്, അമേരിക്കൻ ജൂയിഷാണ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്, ട്രംപിൻ്റെ സ്പെഷ്യൽ എൻവോയാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിൽ. അയാളെ അടുത്തിരുത്തിക്കൊണ്ടാണ് അവരുടെ ക്യാബിനറ്റ് കൂടിയിട്ട് വിവരിക്കുന്നത്. അപ്പോഴാണ് കംപ്ലീറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം അമേരിക്കൻ ഫോഴ്സ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പോൾ ഇസ്രായേലിന് ആ പ്രശ്നം അങ്ങ് മാറി, അവരെ ഡീൽ ചെയ്യും. കൂടെ സപ്പോർട്ടീവായിട്ട് ഇസ്രായേലും കൂടെ നിന്നു കൊടുക്കും. ഈ വീണ്ടും ചവറ പോലെ കൊണ്ട് ബോംബിടും. അതേപോലെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരകത്തെടുക്കത്തിൽ 53% ഇവരുടെ കയ്യിൽ, IDF-ന്റെ ഇസ്രായേലി ഫോഴ്സിൻ്റെ കയ്യിൽ. അത് കൂടുതൽ ഒരു 3-4 മാസമാണ് മുഴുവൻ അവരെ മുഴുവനും അത് ക്യാപ്ചർ ചെയ്യും. അതായത് ട്രംപിൻ്റെ ആ പരിപാടി ഗാസ റിവേറിയൻ ആ സംഭവം നടക്കാൻ പോകും. അതിൻ്റെയാണ് എൻ്റെ ഒരു അനുമാനത്തിൽ, കാരണം പല ഭാഗത്തുനിന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത് ഇത് പൂർണ്ണമായിട്ടും അറബ് രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഗാസയും ഹമാസിനും ഈ പറയുന്ന അവർക്ക് പ്രോക്സിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പല ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, അവർക്കും കിട്ടിയ അടിയാണ്. കാരണം അവിടെ അമേരിക്കൻ ബേസ് കയറി വരികയാണ്.